അങ്ങനെ നമ്മൾ പോവാൻ വേണ്ടി റെഡിയായിരിക്കുകയാണ്. വിഷ്ണുവിൻ്റെ കോസ്റ്റ്യൂം ഒന്ന് കാണിക്കട്ടെ. വിഷ്ണു ചുള്ളൻ എങ്ങനെ ഒപ്പിക്കുന്നത്? രാവിലെ എണീറ്റ് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മളിന്ന് ഫ്ലോറൻസിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ ദൂരെയുള്ള ഒരു സ്ഥലത്തോട്ട് പോവുകയാണ്. ഇതാണ് എൻ്റെ കത്തിവേഷം. എങ്ങനെയുണ്ട്? വിഷ്ണു അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇത്തവണ ഞാൻ സാധാ ഡ്രസ്സ് ചെയ്യുന്നതിനേക്കാളും കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. എന്തിനാന്ന് വെച്ചാൽ എനിക്കറിയില്ല, എനിക്കങ്ങനെ തോന്നി ചെറുതായിട്ടൊന്ന് മാറി ഡ്രസ്സ് ചെയ്യണമെന്ന്. അപ്പോൾ അതിൻ്റെ രീതിയിൽ ഞാൻ സ്കേർട്ടൊക്കെ ഇട്ടിട്ടുള്ളത്. അല്ലെങ്കിൽ സ്കേർട്ടൊന്നും എൻ്റെ ഒരു ലിസ്റ്റിൽ വരുന്ന സംഗതിയല്ല. എൻ്റെ ഷൂ കാറിലാണ്, അതുകൊണ്ട് നമുക്ക് കാറ് വരെ ഇങ്ങനെ പോവാം. ഫ്ലോറൻസ് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ളൊരു സിറ്റി അല്ലേ, അതുകൊണ്ട് നമ്മൾ അവിടെ സ്റ്റേ നോക്കുമ്പോൾ കുറച്ച് പൈസ കൂടുതലായിരിക്കും കേട്ടോ ഓരോരോ നൈറ്റിനും. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലോറൻസിൽ നിന്ന് ഏകദേശം ഒരു 20-25 മിനിറ്റ് ദൂരെയുള്ള ഒരു ഹോട്ടലിലാണ് സ്റ്റേ എടുത്തത്. ഇവിടെ നിന്ന് നമുക്ക് ഏകദേശം 1 മണിക്കൂറുണ്ട് നമ്മുടെ പിസാ ഗോപുരത്തിലോട്ട്. അപ്പോൾ അങ്ങോട്ട് നമുക്ക് പോവാം. ഈ കീ ഇടയ്ക്കിടയ്ക്ക് കാർ ഡിറ്റക്ട് ചെയ്യാത്ത പോലെ നമുക്കേ ബാറ്ററിക്ക് ഒരു ചെറിയ പ്രശ്നം തോന്നുന്നു, നമുക്കൊന്ന് സോൾവ് ചെയ്യണം. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പിസാ ഗോപുരം വരെ പോയി തിരിച്ചു വരാല്ലേ. അപ്പോൾ സമയം കളയണ്ട. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. വെഹിക്കിൾ ഈസ് റെഡി ടു ഡ്രൈവ്. സിസ്റ്റിലോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണല്ലോ നമ്മൾ ഈ ഒരു വണ്ടി എടുത്തത്. അപ്പോൾ അവർ പറഞ്ഞത് ഒന്നെങ്കിൽ നമുക്ക് നമ്മളായിട്ട് തന്നെ മാറ്റാൻ ബാറ്ററി, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തുള്ള സിസ്റ്റിൻ്റെ ഓഫീസിലോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ അവർ മാറ്റി തരുന്നുള്ളത്. നമ്മളായിട്ട് മാറ്റുന്നത് ഈ ഒരു കീ ഓപ്പൺ ചെയ്യാൻ എന്തെങ്കിലും ഒരു ചെറിയ ടൂളൊക്കെ എന്താ അല്ല പിസ എയർപോർട്ട് തന്നെ പറയുന്നതിന് PISA ഉള്ളൂ. അപ്പോൾ നമ്മൾ പിസ ഇന്റർനാഷണൽ എയർപോർട്ടിലോട്ടാണ് ആദ്യം ഡ്രൈവ് ചെയ്യുന്നത്. അത് നമ്മുടെ ലീനിങ് ടവർ ഓഫ് പിസയിൽ നിന്ന് 6 കിലോമീറ്റർ ആണ്. അവിടെ ഒരു സിസ്റ്റന്റ് ഓഫീസ് ഉണ്ട്. 6 കിലോമീറ്റർ 4.6 കിലോമീറ്റർ. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ആദ്യം ഇതിന്റെ ബാറ്ററി ഒന്ന് മാറ്റിയിട്ടാണ് നമ്മൾ ലീനിങ് ടവർ ഓഫ് പിസയിലോട്ട് പോകുന്നത് അല്ലേ. പിസ ടവർ ഉണ്ട്. ലീനിങ് ടവർ ഓഫ് പിസ കാണാൻ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. ഈ വേൾഡ് വണ്ടർ എന്ന് പറഞ്ഞ സംഗതിയൊക്കെ ഇങ്ങനെ EVSന്റെ ബുക്കിലോ ഹിസ്റ്ററിയുടെ ബുക്കിലോ ഇങ്ങനെ മറച്ചു വെക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടെന്നല്ലാതെ ഇതൊക്കെ നേരിട്ട് കാണാൻ പറ്റുന്നതെന്ന് നമ്മൾ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. കാണാനുള്ള സാഹചര്യം ഒരുക്കി തന്ന വിഷ്ണുവിനും എനിക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ലീനിങ് ടവർ ഓഫ് പിസ കാണാൻ വേണ്ടി പോകുന്നു. എന്നോട് നന്ദി പറഞ്ഞോളൂ. പന്നീന്നാണ് വിളിച്ചേ. തിരിച്ചു ഇവിടെ പാർക്കിംഗ് കുറച്ച് ടഫാണ്. അല്ലാട്ടോ, നമ്മൾ പാർക്ക് ചെയ്ത സ്ഥലത്ത് സ്ഥലമുണ്ട്. ഇന്നലെ രാത്രി ഞങ്ങൾ കിടക്കുന്നതിൻ്റെ മുന്നേ നെറ്റ്ഫ്ലിക്സിൽ നമ്മൾ നയൻതാരയുടെയും പിന്നെ വിഘ്നേഷ് ശിവന്റെയും മാരേജിൻ്റെ ഡോക്യുമെൻ്ററി വന്നിട്ടുണ്ടല്ലോ, അത് കണ്ടായിരുന്നു. ഞാൻ ഇടയിൽ എപ്പോഴും വെച്ച് ഉറങ്ങിപ്പോയി. ഞാൻ ബോറിംഗ് ആയതുകൊണ്ടല്ല കേട്ടോ ഉറങ്ങിയത്, ഞാൻ ഭയങ്കര ടയർഡായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഉറങ്ങി. പക്ഷേ രസമുണ്ടല്ലോ കാണാൻ. മുഴുവൻ ഇങ്ങനെ കണ്ടിരിക്കുക അങ്ങനെയല്ല, പക്ഷേ രസമുണ്ട്. ഞാൻ അതിൽ ഒരു പോയിന്റിൽ എനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിരുന്നു കേട്ടോ. നയൻതാര വെക്കേഷനിൽ പോയിട്ട് അവർ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് അതിൽ, നമ്മളൊരു ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും നമ്മളെക്കാളും ടാലന്റഡ് ആയിട്ടും അല്ലെങ്കിൽ നമ്മളെക്കാളും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാനും ജോലിയിൽ നമ്മളെക്കാളും കഴിവുള്ള ആൾക്കാരും വരും. അപ്പൊ എപ്പോഴും നമ്മുടെ അവൈലബിലിറ്റി നമ്മൾ കാണിച്ചും കൊണ്ടേ ഇരിക്കണം എന്നുള്ളത് അത് ഭയങ്കര ട്രൂ അല്ലേ. ട്രൂ ആണ്, ബട്ട് അറ്റ് ദ സെയിം ടൈം ബാലൻസ് ആണ്. അത് വിചാരിച്ച് ജോലി ഒരിക്കലും ലീവ് എടുക്കാതെ ഫുൾ ടൈം ജോലി ചെയ്തുകൊണ്ടിരിക്കണം എന്നല്ല. ഇറ്റ്സ് ലൈക്ക് നീ പെട്ടെന്ന് ജോലി നിർത്തുന്നു, ഒരു 6 മാസത്തേക്ക് പോകുന്നു, അത് സബ്ജക്റ്റീവ് ആട്ടോ. സ്റ്റിൽ ലൈക്ക് എന്താ പറയാ, ചിലർക്ക് തോന്നാം എൻ്റെ അടുത്ത് ടാലന്റ് ഉണ്ട്, ഞാൻ ഗുഡ് ഇനഫ് ആണ്, സോ ഈവൻ ഇഫ് ഐ മൂവ് ഔട്ട് ഫോർ ഫ്യൂ മന്ത്സ് ഓർ ഫ്യൂ വീക്സ് സ്റ്റിൽ തിരിച്ചു വന്നിട്ട് എനിക്ക് അതേപോലെ തന്നെ ആവാൻ പറ്റുന്നുള്ളത്. പക്ഷെ നമ്മൾ എത്തിയ പോയിന്റിലോട്ട് എത്താൻ വേണ്ടി പിന്നെയും കുറച്ച് സമയം എടുക്കില്ലേ? കാരണം ആരെയും വലിയ ഓർമ്മയും ഇതൊന്നും ഉണ്ടായിരിക്കില്ല. ലൈക്ക് ഓൾവേസ് നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ അവൈലബിലിറ്റിയും നമ്മുടെ ആവശ്യം നമ്മൾ കാണിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാലല്ലേ നമുക്കൊരു ഡിമാൻഡ് ഉണ്ടാവും. കാരണം ഈ വലിയൊരു റൂൾ എനിക്ക് തോന്നാറ് നോബഡി ഈസ് ഇറീപ്ലേസബിൾ ഇൻ ജോലി. ബിക്കോസ് ഒരു അടിപൊളിയായിട്ട് ഒരാൾ ജോലി ചെയ്തുകൊണ്ടായിരിക്കും, അവർ സ്റ്റാർ പെർഫോമർ ആയിരിക്കും, ബട്ട് ഇഫ് ഹി ഈസ് ഔട്ട് ഫോർ എ ബ്രേക്ക് ഫോർ സം ലോങ് പീരീഡ് ഓഫ് ടൈം, ദാറ്റ് കമ്പനി ഓർ എന്താണോ എന്തിനു വേണ്ടിയാണ് അയാൾ വർക്ക് ചെയ്യുന്നത്, ആ ഓർഗനൈസേഷൻ ഓർ ആ സംഭവം അയാൾ ഇല്ലാതെ വർക്ക് ചെയ്യാൻ പഠിക്കും. അപ്പം അയാൾ ഇല്ലാതെ എങ്ങനെ മുന്നോട്ട് പോകുന്നവർ പഠിച്ചിട്ടുണ്ടാവും. പിന്നീട് തിരിച്ചു വന്നാലും പ്രോബബ്ലി അയാൾക്ക് ആ പണ്ടത്തെ വാല്യൂ കിട്ടുമോ കിട്ടില്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. സോ ആ ഒരു ലൈൻ, നീ പറഞ്ഞ ലൈനിൽ ഞാൻ റീഡ് ചെയ്യുന്നത്, ഇപ്പൊ അനാവശ്യമായിട്ട് നമ്മൾ വിട്ടു നിൽക്കാതെ ഇരിക്കുക, ആവശ്യത്തിന് വിട്ടു നിൽക്കുക. ഇപ്പൊ വെക്കേഷനും ഒരു ആവശ്യം തന്നെയാണ്, അത് ആവശ്യത്തിന്റെ രീതിയിൽ എടുത്തിട്ട് വിട്ടു നിൽക്കുക, തിരിച്ചു വരിക.
അത്യാവശ്യമായിട്ട് ഫാമിലിയിൽ ഒരു ആവശ്യമുണ്ട്, പക്ഷേ വിട്ടു നിൽക്കില്ല, അങ്ങനെയല്ല. ബട്ട് ആവശ്യ സമയത്ത് വിട്ടു നിൽക്കുക, ആവശ്യമില്ലാത്ത സമയത്ത് അവൈലബിൾ, ജോലിയിൽ അവൈലബിൾ തന്നെയാവും. സോ ദാറ്റ്സ് ഇറ്റ്. അതാണ് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ കേട്ടോ. ഇതും സബ്ജക്റ്റീവാണ്. എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്കിംഗ് ആയി തോന്നിയ ഒരു പോയിന്റ് അതായിരുന്നു. അത് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയതുകൊണ്ട് തന്നെ അടുത്ത സെക്കൻഡ് തന്നെ ബോധം പോയി. ഞാൻ ഉറങ്ങിപ്പോയിരുന്നു കഴിഞ്ഞപ്പോഴേക്ക്. പിന്നെ വിഷ്ണു മുഴുവൻ കണ്ടു തീർത്ത് പിന്നെ വിഷ്ണു കടന്നതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ ഭയങ്കര ടയർഡായിരുന്നു. 2 ദിവസം ഉറക്കമൊന്നും ശരിയാവുന്നിട്ട്. എനിക്ക് ഉറക്കം ജീവിതത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. എൻ്റെ ഉറക്കം ശരിയാണെങ്കിൽ ഞാൻ ഭയങ്കര പ്ലസൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. എൻ്റെ ഉറക്കം ശരിയല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാം. അപ്പോൾ ഉറക്കം ഇന്നലെയൊക്കെ ഒന്ന് ശരിയായി, ഇന്ന് കുറച്ച് പ്ലസൻ്റ് ആയിട്ട്. എക്സൈറ്റഡ് ആണോ ലീനിങ് ടവർ ഓഫ് പിസ കാണാൻ? എക്സൈറ്റഡ് ആണ്. ശരിക്ക് എന്താണ് എക്സൈറ്റ്മെന്റ് ഉള്ള റീസൺ? രാവിലെ ഒരു 12 മണിയല്ലേ, എക്സൈറ്റഡ് ആവാന്ന് വിചാരിച്ചു. അടിപൊളി. വിഷ്ണു ഭയങ്കര ഹിസ്റ്ററി മനുഷ്യനാണ്. 2ാം ലോക മഹായുദ്ധം, 1ാം ലോക മഹായുദ്ധം, ഹിറ്റ്ലർ, പിന്നെ ആരൊക്കെയാണ്, പാബ്ലോ എസ്കോബാർ, ഇവരെയൊക്കെ പറ്റി പഠിച്ചിട്ടാണ് വിഷ്ണുവിന്റെ ജീവിതത്തിന്റെ പകുതി പോകുന്നത് അല്ലേ? മിണ്ടൂലേ? അങ്ങനെ നമ്മൾ സിസ്റ്റിലെത്തി. ഇവിടെ നിന്ന് ആദ്യം നമുക്ക് അവർ കാറ് മാറ്റാനുള്ള ഒരു ഓപ്ഷനാണ് തന്നത്. പക്ഷേ ഇനി ഈ കാര്യങ്ങളെല്ലാം എടുത്ത് നമ്മൾ വേറെ കാർ എടുക്കുക എന്നുള്ളതൊക്കെ ബുദ്ധിമുട്ടായത് കാരണം നമ്മൾ പറഞ്ഞു ബാറ്ററി മാറ്റി നോക്കാം, നമ്മളിപ്പോൾ ഈ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരികയാണെങ്കിൽ നമ്മൾ തിരിച്ചു വരാം, എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ കാറ് മാറ്റാമെന്ന്. അങ്ങനെ നമ്മൾ ബാറ്ററിയൊക്കെ മാറ്റി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. എല്ലാം തീരുമാനമായ സ്ഥിതിക്ക് നമ്മൾ ലീനിങ് ടവർ ഓഫ് പിസയിലോട്ട് പോവുകയാണ്. കുറേ നേരം ഞാൻ പറഞ്ഞു കൊതിപ്പിക്കുന്നു. ഇപ്പം കാണിച്ചു കേട്ടോ, എനിക്ക് നല്ല കൊതിയുണ്ട് കാണാൻ. ഞാൻ അവിടുന്ന് മുടി വെട്ടി ഇപ്പം ഏകദേശം 2-2.5 ആഴ്ചയിലേ ഉള്ളൂ. നമുക്ക് എത്ര മുടി വളർന്നു പോകുന്നു. പുള്ളിയുടെ കയ്യ് അങ്ങനെ ഒരു കയ്യാണ്. നമുക്ക് ചില ആൾക്കാർ മുടി വെട്ടിയാൽ വളരുന്നു പറയില്ലേ, അങ്ങനെയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഷോൾഡർ എത്താനായി. നമ്മളിത് ദൂരത്തുനിന്ന് കണ്ടു കേട്ടോ ടവർ. ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞ് നിൽക്കുന്ന പോലെയുണ്ട്. ലീനിങ് ടവർ ഓഫ് പിസ 7 വേൾഡ് വണ്ടേഴ്സിൽ ഒന്നല്ല എന്നുള്ളത് എനിക്ക് പുതിയൊരു നോളേജ് ആയിരുന്നു കേട്ടോ. ഞാൻ എന്തോ ഫോർ സം റീസൺ ആണ് എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്, അല്ലെങ്കിൽ ആയിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എന്റെ ചെക്കിങ്ങിൽ എനിക്ക് കിട്ടിയത് ആയിരുന്നില്ല, ഇപ്പോഴും അല്ല എന്നുള്ളതാണ്. പക്ഷെ ഭയങ്കര റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. ഒരുപാട് ഷോപ്സ് ചുറ്റുമുണ്ട് കേട്ടോ. നമ്മൾ ഇതുവരെ ഫ്രിഡ്ജ് മാഗ്നറ്റ് വാങ്ങിക്കാൻ മറന്നുപോയി. അപ്പൊ അതുകൊണ്ട് ഇവിടുന്നെങ്കിലും നമുക്ക് വാങ്ങിക്കാം. വിഷ്ണു കണ്ടു ലീനിങ് ടവർ ഓഫ് പിസ. അങ്ങനെ നമ്മളിതേ ലീനിങ് ടവർ ഓഫ് പിസ കണ്ടിരിക്കുകയാണ്. കണ്ടോ, നല്ലോണം കാണുമ്പോൾ തന്നെ നല്ല ചെരിവ് മനസ്സിലാവാനുണ്ട്. ആക്ച്വലി ഈ ഒരു ടവർ ബിൽഡ് ചെയ്യുമ്പോൾ ചെരിച്ച് കെട്ടണം എന്നുള്ള ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു ചേർച്ചിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചേർച്ചിൻ്റെ അടുത്തൊക്കെ മണി അടിക്കാൻ വേണ്ടിയിട്ടുള്ള ടവേഴ്സ് ഉണ്ടായിരിക്കുമല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയതാണ് ഈ ഒരു ടവർ ഓഫ് പിസ. പക്ഷെ കെട്ടി വന്നു കഴിഞ്ഞപ്പോൾ അടിയത്തെ മണ്ണ് ഇങ്ങനെ ഒരു ചതുപ്പ് നിലം പോലെയായിരുന്നു, ഒട്ടും ഉറപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ചെരിയാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഒരു മിസ്റ്റേക്കിൽ നിന്നാണ് ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു ടവർ ഉണ്ടായിട്ടുള്ളത്. 12ാം നൂറ്റാണ്ടിലാണ് ഇവർ ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഏകദേശം 200 വർഷം എടുത്തിട്ട് 14th സെഞ്ചുറിയിലാണ് ഇവരിത് കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ അത് മാത്രമല്ല വിഷ്ണു, 2020 മാരകമായിട്ടുള്ളൊരു പ്രശ്നം ഈ ഒരു ബിൽഡിംഗ് നേരിട്ടായിരുന്നു. പിന്നെ കുറേ എഞ്ചിനീയേഴ്സും കൺസ്ട്രക്ഷൻ വർക്കും എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ടൂറിസ്റ്റിനെല്ലാം വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇതാക്കിയെടുത്തത്. ആണോ? വാവ്, മിസ്റ്റേക്കിൽ നിന്നും ഉണ്ടായ വലിയൊരു അത്ഭുതം അല്ലേ? ഈ ഒരു ഏരിയയിലാണ് എല്ലാവരും ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നത് കേട്ടോ. നമ്മളിങ്ങനെ ടവർ താങ്ങി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ടവർ ഉന്തുന്ന രീതിയിലുള്ള ഫോട്ടോസ് നമ്മൾ കാണാറില്ലേ, അത് ഇവിടുന്നാണ് എല്ലാവരും എടുക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ ഇൻഫർമേഷൻ ശരിയാണ് കേട്ടോ. ഒരിക്കലും ലീനിങ് ടവർ ഓഫ് പിസ നമ്മുടെ വേൾഡ് വണ്ടറിൻ്റെ ഒരു ഭാഗമായിട്ടില്ല. കാരണം ഇതിനേക്കാളും ചെരിഞ്ഞിട്ടുള്ള വേറെ 2 ബിൽഡിങ്ങും കൂടെ ഉണ്ട് എന്നാണ് റീസൺ. ബിൽഡിംഗ് ഉണ്ടാക്കി തുടങ്ങി കഴിഞ്ഞപ്പോൾ ആദ്യം കുറച്ച് ചെരിഞ്ഞു, പിന്നെ അവരുടെ പ്രതീക്ഷയായിരുന്നു അത് ശരിയാവും എന്നുള്ളത്. പക്ഷെ കൂടുതൽ ഉണ്ടാക്കി വരുന്നതോറും ചെരിഞ്ഞും കൊണ്ടേ വന്നു. പക്ഷെ വിഷ്ണു, മറ്റേ തൃശ്ശൂര് റൗണ്ട് അബൌട്ടിലെ പൂങ്കുന്നം, അവിടെ ചെരിഞ്ഞ ബിൽഡിംഗ് ഞാൻ കണ്ടിട്ടുണ്ട്. ശരിക്കും ഞാൻ വെറുതെ പറയല്ല. എടാ വെരി സീരിയസ്, നിങ്ങൾക്ക് അറിയോ മറ്റേ എന്തോ ഒരു ബാങ്കിന്റെ ബിൽഡിംഗ് ആണത്. വിഷ്, പ്രതീക്ഷ എത്രയുണ്ടോ? എന്നാ ഞങ്ങൾക്ക് ആർക്കും അറിയാത്ത ലീനിങ് ടവർ ഓഫ് പിസനെ പറ്റിയുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് പെട്ടെന്ന് പറയോ? ഞാൻ ഇപ്പൊ കുറച്ചേരായിട്ട് വായിക്കുന്നതേ ഉള്ളൂ. പക്ഷെ വിഷ്ണുവിന് ക്രിക്കറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇൻട്രസ്റ്റ് ഒരു ഫീൽഡ് ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററി ഇങ്ങനെ വായിച്ചു പഠിക്കുന്നതാണ്. പെട്ടെന്ന് പറയുന്ന അവിടെയും വായിച്ചു പഠിക്കുന്നുണ്ടായിരുന്നല്ലോ അവിടെ വന്നിട്ട്.
അവിടെ പ്രത്യേകിച്ചൊന്നും എഴുതിയിട്ടില്ല. ആകെ ഇങ്ങനെ ഇതൊരു ചേർച്ച് ബെൽ ടവറാണ്. പക്ഷേ യൂഷ്വലി ചേർച്ച് ബെൽ ടവേഴ്സ് ഇങ്ങനെ ചേർച്ചിൽ നിന്ന് ഇത്രയും വിട്ടിട്ടുണ്ടാവില്ല. അതിൻ്റെ പൊസിഷൻ ഒരു അൺയൂഷ്വൽ പൊസിഷനാണ്. ചെറുതായിട്ട് മഴ വരുന്നുണ്ട്, പിന്നെ നല്ല വിശക്കുന്നുണ്ട്. സമയം 2 മണിയല്ലേ, നമുക്ക് കഴിക്കാം. എന്നിട്ട് നമ്മൾ ഇന്ന് രാത്രി ഈ ഒരു പിസേനോട് അനുബന്ധിച്ചിട്ടുള്ള ഈ ഒരു സിറ്റിയിൽ തന്നെ നമ്മൾ സ്പെൻഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഈ ഒരു റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. എനിക്ക് ഈ പിസ്സ, പാസ്ത, റിസോട്ടോ, ലസാഗ്ന, സ്പെഗറ്റി ഇങ്ങനത്തെ സംഗതികളൊന്നും എൻ്റെ ഒരു ടേസ്റ്റ് ബഡ്സിൽ വരുന്ന കാര്യമല്ല കേട്ടോ. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റിനോട് ഇങ്ങനെ ഒരു ചായവ് കുറവും ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ. അങ്ങനെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാറ്റഗറി ഫുഡാണ് ഇതൊക്കെ. അതുകൊണ്ട് എനിക്ക് ഫുഡ് കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. നമ്മൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. ഞാനാണെങ്കിൽ ആ മീൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഫ്രൈഡ് ഫുഡാണെന്ന് ആലോചിക്കാതെ പെട്ടെന്ന് വെറും വയറ്റിലെടുത്ത് അങ്ങോട്ട് കഴിച്ചപ്പോൾ ഇപ്പം ഇങ്ങനെ നമ്മളിങ്ങനെ അധികം ഒന്നും കഴിക്കാതെ വയറിൽ നമ്മൾ ഫ്രൈഡ് ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഒരുമാതിരി ഒരിത് വരില്ലേ കുറച്ച് കഴിഞ്ഞാൽ, അങ്ങനത്തെ ഒരു ഫീലിംഗ്. ഒന്നും തടയായിരുന്നില്ലേ ഒരു വാക്ക്? തടഞ്ഞിട്ടൊന്നുമില്ല. പുറത്തിറങ്ങിയപ്പോക്ക് നല്ല മഴ പെയ്ത് തോർന്നിട്ടുണ്ട്, തണുപ്പും കുറച്ച് കൂടിയിട്ടുണ്ട്. നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ ഇവിടേക്കൊന്ന് നടന്ന് കറങ്ങുക എന്നുള്ളതാണ്. ഞാൻ പോയ എല്ലാ സ്ഥലത്തുനിന്നും മറ്റേ ഫ്രിഡ്ജ് മാഗ്നറ്റ് വാങ്ങിക്കാൻ മറന്നിരിക്കുന്നു കേട്ടോ. ഇവിടെ നിന്നെങ്കിലും നമുക്ക് വാങ്ങിക്കാം. എനിക്കങ്ങനെ ഉള്ളൊരു ശീലമൊന്നും ആയിരുന്നില്ല ഫ്രിഡ്ജ് മാഗ്നറ്റ് വാങ്ങിച്ച് കളക്ട് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ അങ്ങനെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ അതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് കാര്യമായിട്ട് ഞാൻ ഓർക്കാത്തോണ്ടോ തോന്നുന്നു. എല്ലാ സ്ഥലത്തുനിന്നും വാങ്ങിക്കാൻ മറന്നു. ഇവിടെ നിന്ന് വാങ്ങിക്കാം. നല്ലൊരു ദിവസമായിരുന്നു. കണ്ട ഈ ഒരു കാഴ്ചയും നല്ലോണം എൻജോയ് ചെയ്തു കേട്ടോ. നമുക്ക് ഈ ടവറിനോട് ഒരു യാത്രയും പറഞ്ഞ് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. പുറത്ത് തന്നെ നമുക്ക് ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് വാങ്ങിക്കാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. മഴ അങ്ങനെ അവസാനിക്കുന്ന ഒരു പോലെയല്ല തോന്നുന്നത്. അതുകൊണ്ട് നമ്മൾ നേരെ ഇവിടുന്ന് ഡ്രൈവ് ചെയ്യാണ്. ചിലപ്പോൾ പറ്റുകയാണെങ്കിൽ രാത്രി ഫ്ലോറൻസ് സിറ്റിയിലൊന്ന് പോവും. ഇന്ന് രാത്രി പോയില്ല, ചിലപ്പോൾ പറ്റുകയാണെങ്കിൽ അപ്പൊ നമ്മളിന്ന് രാത്രി എവിടെയും പോകണില്ല. നമ്മളിപ്പോ ഒരു മൊണാസ്ട്രിയിൽ പോകുന്നുണ്ട്. അവിടെ നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്യും. നമ്മൾ കാറിലൊന്ന് പെട്രോൾ അടിക്കാൻ വേണ്ടി ഒരു പെട്രോൾ പമ്പിൽ നിർത്തിയിരിക്കുകയാണ്. ഇറ്റലിയും നെതർലൻഡ്സും തമ്മിൽ തോന്നിയൊരു മെയിൻ ഡിഫറൻസ്, ഇങ്ങനെ നമ്മൾ പെട്രോൾ പമ്പിലൊക്കെ വരുമ്പോൾ ഇവിടെ ടോയ്ലറ്റ്സ് പെയ്ഡ് അല്ല. നെതർലൻഡ്സിൽ 70-80 സെൻസ് മുതൽ €1 വരെ ഉണ്ടാവാറുണ്ടല്ലേ? ശരിയാ ശരിയാ. തൽക്കാലം ചെറിഞ്ഞിരിക്കട്ടെ എന്ന് വിചാരിച്ചു. നമ്മൾ രണ്ടുപേരും ഡെയിലി വീട്ടിൽ വിളിച്ച് സംസാരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. ഞാനൊരു 2-3 തവണയൊക്കെ വിളിക്കും. അപ്പോൾ ദേ അമ്മേനെയും അച്ഛനെയൊക്കെ വിളിച്ച് നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഓടിക്കും ഇങ്ങനെ. ചേച്ചി എന്നെ നോക്കും, മോളുണ്ടെങ്കിൽ അടിച്ചാൽ 7 കിലോമീറ്റർ സഞ്ചരിക്കാൻ നമുക്ക് 25 മിനിറ്റ് ആണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട് നമുക്കിവിടെ. പിന്നെ നമ്മൾ ഫ്ലോറൻസിൽ പോയിട്ട് മൈക്കലാഞ്ചലോന്റെ കുറച്ച് നല്ല സമയമായിരുന്നു. മൈക്കലാഞ്ചലോ ഇറങ്ങി വന്നോട് ചോദിക്കും, എന്തിനാ മോനിയാകും അറിഞ്ഞൂടെ. കുറച്ച് കലാപരിപാടികളൊക്കെ കാണാൻ വേണ്ടി പോവാന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടുത്തൊന്നും പാർക്കിംഗ് ഇല്ല. നമ്മൾ സിറ്റിയിൽ പോയിട്ട് നമുക്ക് ഏകദേശം ഒരു 20 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ നടക്കാനുള്ള ദൂരത്തിലാണ് നമുക്ക് പാർക്കിംഗ് ഉള്ളത്. പിന്നെ നല്ല മഴയല്ലേ, അപ്പോൾ നമ്മൾ വിചാരിച്ചു എവിടെയും പോകണ്ടെന്നുള്ളത്. തിരിച്ച് നമ്മൾ ഇപ്പോഴും എത്തിയിട്ടില്ല. സമയം 6:15 ഉള്ളൂ കേട്ടോ. ഏകദേശം ഒരു 4:45 ഇരുട്ടായിട്ടുണ്ട് അല്ലേ? യാ. അപ്പോൾ നമ്മളെന്തായാലും ഇപ്പം നേരെ റൂമിൽ പോവുകയാണ്. തിരിച്ച് റൂമിൽ വന്ന് കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നതിന് ശേഷം നമ്മളിത് ഡിന്നർ കഴിക്കാൻ വേണ്ടി പുറത്തു പോവാണ് കേട്ടോ. ഞാനും വിഷ്ണുവും കൺസിസ്റ്റൻ്റ് ആയിട്ട് അങ്ങനെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരൊന്നുമല്ല. അങ്ങനെ ഒട്ടൊരു ട്രാവലേഴ്സ് എന്നൊന്നും പറയാൻ പറ്റുന്നില്ല. നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ വർഷത്തിൽ 1-2 തവണ ഇങ്ങനെ വെക്കേഷനൊക്കെ പ്ലാൻ ചെയ്ത് റിലാക്സ്ഡ് ആയിട്ട് വെക്കേഷൻ കൊണ്ടുപോകാൻ താല്പര്യമുള്ള ആൾക്കാരാണ്. നമ്മൾ രണ്ടുപേരും അല്ലാതെ നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ചെറിയ ഇങ്ങനത്തെ വെക്കേഷൻസ് ഒക്കെ പ്ലാൻ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അധികം നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെയൊക്കെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് മാക്സിമം സ്ഥലം കാണുക, നമ്മൾ മാക്സിമം അവിടുത്തെ ഫുഡ് കഴിക്കുക, അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമുക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന റുട്ടീനിൽ നിന്ന് മാറി നിന്നും കൊണ്ടുള്ള വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്ത് നല്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് ദിവസങ്ങൾ.
നമ്മൾ വന്ന ഈ ഒരു പിസേറിയയിൽ അധികം ആൾക്കാർക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഒക്കെ വെച്ചിട്ടാണ് ഇവരോട് സംസാരിക്കുന്നുണ്ടായിരുന്നത്. പക്ഷെ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള നല്ല ആൾക്കാരായിരുന്നു കേട്ടോ. നമ്മൾ ഇന്ത്യക്കാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ കൊളീഗും ഒരു ഇന്ത്യൻ ഉണ്ട് എന്ന് പറഞ്ഞ് പുള്ളിനെ വിളിച്ചു കൊടുന്ന് നമുക്ക് വേണ്ട രീതിയിൽ ചിക്കനൊക്കെ വെച്ച് പിസ്സ എനിക്ക് ഉണ്ടാക്കി തന്നേ. പിന്നെ പുള്ളി നമുക്ക് ഒരു സ്നേഹം എന്ന രീതിയിൽ തന്നതായിരുന്നു ആ നേരത്തെ കണ്ടൊരു സ്നാക്സ്. ഈ ഒരു ട്രിപ്പിനെ പറ്റി ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നൊരു കാര്യമായിരിക്കും കേട്ടോ ഇത്. കാരണം നല്ല സ്നേഹമുള്ള കുറച്ച് നിമിഷങ്ങളായിരുന്നു. പുള്ളിയാണെങ്കിൽ നമുക്ക് വേണ്ടി സ്നാക്സ് ഉണ്ടാക്കി കൊണ്ട് തന്നു. നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ അവർ കണ്ടുപിടിച്ചു. അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു ദിവസമായിരുന്നു. നമ്മളങ്ങനെ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യായി. കുറച്ച് ധൃതിയിലാണ്, കാരണം പെട്ടെന്ന് നമ്മൾ ഇറങ്ങുകയാണേ. ഒന്ന് ഫ്ലോറൻസ് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ കുറച്ച് ലെതറും കാര്യങ്ങളൊക്കെ ഷോപ്പ് ചെയ്യാൻ നല്ലതാണെന്നാണല്ലോ പൊതുവേ പറയാറ്. അപ്പോൾ അത് തീരെ എക്സ്പ്ലോർ ചെയ്തില്ല എന്ന് വേണ്ട. അപ്പോൾ ഇന്ന് വർക്കിംഗ് ഡേ ആവുകൊണ്ട് കുറച്ചൊക്കെ നമുക്ക് പാർക്കിംഗ് കിട്ടുമായിരിക്കും രാവിലെ എന്നാണ് നമ്മുടെ ഹോട്ടലിലെ ആൾക്കാർ പറഞ്ഞത്. അപ്പോൾ ഫ്ലോറൻസ് പോയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് സിറ്റിയിലൊക്കെ നടന്ന് ഒരു കോഫിയൊക്കെ കുടിച്ച് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് നേരെ മിലാനിലോട്ട് വിടാം. എങ്ങനെയുണ്ട് ഇഷ്ടം പ്ലാൻ? പെട്ടെന്ന് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും റെഡിയായി. നേരത്തെ ഡ്രസ്സിൽ നിന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് മാറിയിരിക്കുകയാണ്. ഇതാണ് വിഷ്ണുവിൻ്റെ ഡ്രസ്സ് അല്ലേ? പോവാം. അപ്പോൾ ബൈ ബൈ. നല്ലൊരു സ്റ്റേ ആയിരുന്നു. നമുക്ക് രണ്ടുപേർക്കും നല്ല ഇഷ്ടപ്പെട്ടു. അടിപൊളി. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോവാണ്. പറഞ്ഞതുപോലെ നമ്മളൊരു ചെറിയ ഷോപ്പിങ്ങിന് വേണ്ടി ഫ്ലോറൻസ് പോവുകയാണ്. നമുക്ക് ഒരുപാടൊന്നും ഷോപ്പ് ചെയ്യാൻ പറ്റില്ല, കാരണം നമുക്ക് ലഗേജ് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമ്മുടെ പെട്ടികളെല്ലാം ഓൾമോസ്റ്റ് ഫില്ലാണ്. അപ്പം അതിൽ കൊള്ളാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഒരു മേജർ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ പോകുന്നത്. ഇവിടെ കുറേ ലെതർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാലോ എന്താണ് പരിപാടി നടക്കുന്നത് എന്നുള്ളതൊക്കെ. പിന്നെ ഇവിടെ കുറേ മാർക്കറ്റ് ഉണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. സാൻ ലൊറാൻസോ മാർക്കറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തോട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ സ്റ്റേനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വന്നിട്ടുണ്ടായിരുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റേ ആയിരുന്നു അല്ലേ? മിലാനിലെ സ്റ്റേ നല്ലതായിരുന്നു, ഇതും നല്ലതായിരുന്നു. നമ്മുടെ 3rd സ്റ്റേ ആണത് അല്ലേ? നല്ല സ്റ്റേ ആയിരുന്നു. കഴിഞ്ഞ 2 ദിവസം നമ്മൾ ഭയങ്കര പീസ്ഫുൾ ആയിരുന്നു, അടിപൊളിയായിരുന്നു. കഴിഞ്ഞ 2 ദിവസം നമ്മൾ രണ്ടുപേരും വെക്കേഷൻസിൽ വരികയാണെന്നെങ്കിൽ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് വെക്കേഷൻ കൊണ്ടുപോകാൻ താല്പര്യമുള്ള ആൾക്കാരാണ്. ഇങ്ങനെ ഫുൾ അവിടെ കാണും ഇവിടെ കാണും അങ്ങനെ അല്ലാതെ. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് നല്ലതായിരുന്നു കഴിഞ്ഞ 2 ദിവസം. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ ഫ്ലോറൻസിലോട്ട് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്ന 20 മിനിറ്റാണ് കേട്ടോ ഫ്ലോറൻസ്. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചാറ്റ് GPT പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചാറ്റ് GPT വെച്ചിട്ടാണ് നമ്മൾ ഐറ്ററയും കാര്യങ്ങളും പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്നുള്ളത്. അന്ന് വിഷ്ണു പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ട്രിപ്പ് തുടങ്ങിയിട്ടേ ഉള്ളൂ, അബദ്ധം പറ്റിയൊന്നും പറയാനായിട്ടില്ല എന്ന്. ഇപ്പം എന്താ പറയുള്ളത്? നമ്മൾ ഡബിൾ ചെക്ക് ചെയ്യണം. പക്ഷെ എന്നാലും നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം അടിപൊളിയായിട്ട് തരുന്നുണ്ട്. ഓരോ സ്ഥലത്ത് പോകുമ്പോൾ എവിടെ പാർക്ക് ചെയ്യണം, എത്രയാണ് അവിടുത്തെ പാർക്കിംഗ് ഫീ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ചാറ്റ് GPT ഒട്ടുമിക്ക ആൾക്കാർക്ക് എല്ലാം അറിയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. എന്നാലും കമന്റ് സെഷനിൽ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കൂടുതൽ ഡീറ്റെയിൽസ് പറയുമെന്നുള്ളത്. ഇപ്പോൾ ചാറ്റ് GPT നിങ്ങൾക്ക് ആപ്പ് സ്റ്റോറിൽ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ കിട്ടും. അത് ഡൗൺലോഡ് ചെയ്യുക, നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിട്ട് സൈൻ ഇൻ ചെയ്യുക അല്ലെങ്കിൽ ലോഗിൻ ചെയ്യുക. അതിനുശേഷം നമുക്ക് ചോദിക്കാനുള്ള എന്ത് കാര്യവും നമുക്ക് അവരോട് ചോദിക്കാം. ഇപ്പോൾ ഈ ഒരു ട്രിപ്പിൽ നമ്മുടെ ഫുൾ ഐറ്റിനറിയും കാര്യങ്ങളും 7 ദിവസത്തെ പ്ലാൻ ചെയ്ത് ചാറ്റ് GPT ഹെൽപ്പോട് കൂടെയായിരുന്നു. നമ്മളൊന്നും കൂടെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ പറയുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൻ്റെ പെയ്ഡ് വേർഷനും ഉണ്ട്, നമ്മൾ പേ ചെയ്യാത്ത വേർഷനും ഉണ്ട്. പെയ്ഡാണോ ഞാൻ എടുത്തിട്ടില്ലെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് പെയ്ഡാണ്. കഴിഞ്ഞ ഒരു 1.5 മാസമായിട്ടുള്ളൂ പെയ്ഡ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അതിന് മുന്നേ വരെ പെയ്ഡ് അല്ലാത്ത വേർഷനായിരുന്നു ഉപയോഗിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് പറഞ്ഞത്. എനിക്കറിയാം വീഡിയോ കാണുന്ന ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇത് അറിയുന്നുണ്ടായിരിക്കും, പക്ഷെ എന്നാലും കുറച്ച് പേരുണ്ടായിരിക്കുമല്ലോ അറിയാത്തത്, അവർക്ക് വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ. വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഇന്നൊരു പാർക്കിംഗ് കിട്ടി. ഇത് അത്യാവശ്യം തിരക്കേടില്ല കേട്ടോ. 2 മണിക്കൂറിന് 9 യൂറോ. അത് കഴിഞ്ഞിട്ട് ഓരോ മണിക്കൂറിനും 4 യൂറോ വെച്ചിട്ട് കൊടുക്കും അല്ലേ? നോക്കി നോക്കാം. പക്ഷെ ഇത് നമുക്കിപ്പോൾ ഇവിടെ വന്നതിന് ശേഷമുള്ളതിൽ നല്ല പ്രൈസ് ആയിട്ടാണ് തോന്നിയത്. നല്ലൊരു സ്ട്രീറ്റ് ഷോപ്പിംഗ് വൈബ് കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. 2 സൈഡിലും കുട്ടി കുറേ സ്റ്റോളൊക്കെ ആയിട്ട് ലെതറിൻ്റെയും അതേപോലെ തന്നെ ക്ലോത്ത്സും ഒക്കെ വിൽക്കുന്ന ഒരുപാട് കടകൾ.
എന്തായാലും എനിക്ക് ഗിഫ്റ്റ് ചെയ്യാനും കൂടെ 2-3 ബാഗ് വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാം. പിന്നെ ഗീതു എന്തായാലും ബാഗ് ഉപയോഗിക്കില്ല. ഗീതു ബാഗ് ഉപയോഗിച്ച് ഞാൻ അധികം കണ്ടിട്ടേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഗീതുവിന് 1-2 സ്കാർഫും കൂടെ വാങ്ങിക്കാമെന്നാണ് എൻ്റെ ഒരു പ്ലാൻ. അങ്ങനെ കുറേ അന്വേഷിച്ചതിന് ശേഷം ഈ കാണുന്ന 2 ബാഗുകൾ നമ്മൾ വാങ്ങിയിട്ടോ. പിന്നെ ഈ ഒരു ബാഗും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതും നമ്മളെടുത്തു. നേരത്തെ കണ്ട 2 ബാഗും നമ്മൾ വാങ്ങിച്ചു. ഇനി നമ്മളൊരു ATM അന്വേഷിച്ച് നടക്കുകയാണ്. കാരണം ഇവിടെ അധികം കടകളിലും പൈസ അവരെടുക്കുള്ളൂ. അപ്പോൾ ATM അന്വേഷിച്ചുള്ളൊരു നടത്തത്തിലാണ്. അവിടെ ചോദിക്കാം. പിന്നെ ഇവിടെ അത്യാവശ്യം ബാർഗെയിൻ ചെയ്യാനുള്ള സ്കില്ലുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പ്രൈസിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. അതായത് ബാർഗെയിൻ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളൊരു വിൻ എന്നുള്ള രീതിയിൽ വാങ്ങിക്കാൻ കേട്ടോ. അവർക്കും ഒരു ലാഭം നമുക്കും ഒരു ലാഭം എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെ ഒരു ചെറിയ ബാർഗെയിനിങ് ചെയ്ത് അവർക്കും നമുക്കൊരു വിൻ ടേംസിലുള്ള ഒരു പ്രൈസിൽ നമ്മൾ സാധനം വാങ്ങി. ATM അന്വേഷിച്ച് നമ്മൾ എത്തിയത് ഒരു ഫുഡ് കോർട്ടിലായിരുന്നു കേട്ടോ. ഇഷ്ടം പോലെ ഫുഡ് ഉണ്ടായിരുന്നു ഇവിടെ, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഒരുപാട് ആൾക്കാർ വന്ന് ഒരുപാട് വെറൈറ്റി ഓഫ് ഫുഡുകൾ ഇങ്ങനെ കഴിക്കുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇറ്റാലിയൻ ഡെസേർട്ട്സ് പൊതുവേ ഭയങ്കര അടിപൊളിയാണെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. മുന്നേയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെയൊക്കെ മധുരം കഴിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം കഴിഞ്ഞൊരു 2 മാസമായിട്ട് ഒരു രക്ഷയില്ല. ഒട്ടും മധുരം കഴിക്കാൻ തോന്നുന്നില്ല. മധുരത്തിനോട് ഒരുമാതിരി വിരോധം എന്നൊക്കെ ഉള്ള പോലെയാണ്. അപ്പോൾ അതും കഴിക്കലുണ്ടായില്ല. നമ്മൾ പൈസയൊക്കെ വിഡ്രോ ചെയ്ത് വീണ്ടും നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ അധികം കടകളിലും നമ്മൾ ബംഗ്ലാദേശിലെ ആൾക്കാരെയാണ് കേട്ടോ കണ്ടത്. നമ്മൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഹിന്ദി അറിയാത്തതുകൊണ്ട് എനിക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വിഷ്ണു അവരും തമ്മിൽ അത്യാവശ്യം നല്ലോണം എന്തൊക്കെയോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ നിന്നാണ് നമ്മൾ ഒരു 2 സ്കാർഫ് വാങ്ങിയത് കേട്ടോ. ഗീതുവിനും വാങ്ങി, പിന്നെ ഞാൻ ഒന്ന് എനിക്കും വാങ്ങി. മെറ്റീരിയലൊക്കെ അത്യാവശ്യം നല്ലതായിട്ടൊക്കെ തന്നെയാണ് തോന്നിയത്. എന്നാലും വാഷ് ചെയ്ത് കഴിഞ്ഞാലാണ് മുഴുവൻ നമുക്കറിയുള്ളൂ. തൽക്കാലം നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി. എനിക്ക് കുറച്ചേരം കൂടെ അവിടെ തെണ്ടി തിരിഞ്ഞ് വെക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ വിഷ്ണു എന്നെ പിടിച്ചു വലിച്ചു കൊടന്നു. കുറെ ലോജിക്സ് ഒക്കെ പറഞ്ഞു പിടിച്ചു പോയി. അപ്പോൾ വിഷ്ണു എന്നെ പിടിച്ചു വലിച്ചു കൊടന്നു. വിഷ്ണു പറയുന്ന ലോജിക്ക് ഇത്രയും ബാർഗെയിനിങ് നടക്കുന്ന ഒരു സ്ട്രീറ്റിൽ നിന്ന് നമ്മൾ ഒരുമിച്ച് ഒറ്റയടിക്ക് കുറേ കാര്യങ്ങൾ വാങ്ങിക്കരുത്. നമുക്ക് ഈ ലെതറിൻ്റെ ഒന്നും ക്വാളിറ്റി അറിയില്ല. അതുകൊണ്ട് എക്സ്പെരിമെൻറ്റിന് വേണ്ട സാധനങ്ങൾ നമ്മളെല്ലാവരും വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഷോപ്പിംഗ് അവസാനിപ്പിക്കാം എന്നാണ് വിഷ്ണുവിൻ്റെ അഭിപ്രായം. ലവേഷ് ഞാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ കാർ പാർക്കിങ്ങിലോട്ട് നടക്കുന്നതിനിടയിൽ നല്ല അടിപൊളി ഒരു പാകിസ്ഥാനി റെസ്റ്റോറൻറ്റ് കണ്ടു കേട്ടോ. ഫുഡെല്ലാം കണ്ട് ഫുഡിൻ്റെ ലുക്ക് കണ്ട് കയറുക എന്ന് പറയില്ലേ, അങ്ങനെയായിരുന്നു നമ്മളിവിടെ കയറിയേ. കഴിക്കും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല എരിവും പുളിയും മസാലയൊക്കെയുള്ള നല്ല അടിപൊളി ഫുഡ്. പിന്നെ അവിടെ 2 ചേട്ടന്മാരും ഉണ്ടായിരുന്നു. വളരെ നല്ല പെരുമാറ്റമായിരുന്നു കേട്ടോ. മൊത്തത്തിൽ നമ്മൾ ലഞ്ചിൻ്റെ കാര്യത്തിൽ ഹാപ്പി ആയിരുന്നു. ഫുഡ് നമ്മുടെ മൂഡിനെ എത്ര അപ്ലിഫ്റ്റ് ചെയ്യുന്നുള്ളത് ഇപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും നടന്നൊരു കാര്യമാണ്. എങ്ങനെ ഉണ്ടായിരുന്നു വിഷ്ണു ഫുഡ്? അടിപൊളി ഫുഡായിരുന്നു. ഞാൻ 2 ചിക്കൻ്റെ ടൈപ്പ് പീസും പിന്നെ വെജീസും കഴിച്ചു. വിഷ്ണു ഒരു റൈസും പിന്നെ മട്ടൻ കറിയാണ് കഴിച്ചത്. എല്ലാം കൂടെ നല്ല അഫോർഡബിൾ പ്രൈസ് ആയിരുന്നു. നമ്മളിവിടെ എത്തിയിട്ട് ലഞ്ചും ഡിന്നറും ഒക്കെ നമ്മളൊരു 20-25 നിർത്തണം എന്ന് വിചാരിച്ച് ഇന്നേ വരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഇന്ന് നമ്മൾ എല്ലാവരും വേണ്ടത്ര കഴിച്ച് എന്താ പറയുക, ഒരു ഫാൻ്റെ എടുത്തായിരുന്നു, അതിലൊരു ബോട്ടിൽ വെള്ളം എടുത്തായിരുന്നു. എല്ലാം കൂടെ 19 യൂറോ അല്ലേ. നല്ല പ്രൈസ് ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ്. കുറച്ച് കാലത്തിന് ശേഷം നാവിൽ കുറേ ഫ്ലേവേഴ്സൊക്കെ കിട്ടിയപ്പോഴേ ഫ്ലോറൻസ് വരെ വന്ന് മൈക്കിൾ ആഞ്ചലോൻ്റെ കുറച്ച് കലകൾ കാണണമെന്ന് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ മൊത്തത്തിൽ സാഹചര്യം അങ്ങോട്ട് അനുവദിച്ചില്ല. സാരല്ല, നമുക്കിനി പിന്നെ എപ്പോഴെങ്കിലും ചാൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റലി വരുമ്പോൾ നമുക്ക് വീണ്ടും കാണാമല്ലോ അല്ലേ. തിരിച്ചു പോകുന്നതിൻ്റെ മുന്നേ ഫ്ലോറൻസ് സിറ്റിയെല്ലാം നമുക്ക് നടന്നൊന്ന് കാണാമെന്ന് വിചാരിച്ചു. നമ്മൾ വന്ന സമയത്ത് നല്ല മഴയായിരുന്നില്ലേ മിനിയാന്ന്. അതുകൊണ്ട് മുഴുവൻ അങ്ങോട്ട് നടന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് സ്ട്രീറ്റിലൂടെയൊക്കെ നമ്മൾ 2 പേരും കൂടെ നടന്നു. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരുപാട് ഇങ്ങനത്തെ ടോളുകൾ വരുന്നുണ്ട് കേട്ടോ. അവിടെയൊക്കെ പൊതുവേ നമ്മൾ അവിടുന്ന് ഒരു ടിക്കറ്റ് എടുക്കണം. അപ്പോൾ അവിടുന്ന് നമ്മൾ ഇങ്ങനെ ഒരു ടിക്കറ്റ് എടുക്കണം. ആ ടിക്കറ്റ് എന്നിട്ട് നെക്സ്റ്റ് നമ്മളിങ്ങനെ വരുന്നൊരു ടോൾ ബൂത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എത്ര ദൂരമാണോ ആ ഒരു ടോളിന് വേണ്ടിയിട്ട് നമ്മൾ വണ്ടി ഓടിച്ചത് അത്രയും രൂപ നമ്മൾ പേ ചെയ്യണം. അത് ഇപ്പം മാത്രമല്ല കേട്ടോ, അതായത് ഈ ഒരു ഫ്ലോറൻസ് ടു മിലാൻ മാത്രമല്ല, ഇറ്റലിയിൽ നമ്മൾ വന്ന സമയം തൊട്ടിട്ട് അങ്ങനെയാണ് ടോളിൻ്റെ ഒരു സിസ്റ്റം ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു ഡ്രൈവ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ചുരമൊക്കെ കയറിയിട്ട് കഴിഞ്ഞ വീഡിയോയിലാണ് ഞാൻ ശ്രദ്ധിച്ച ഒരാൾ കമൻറ്റ് ചെയ്തത് ഞാൻ ചുരം എന്ന് പറയുന്നത് കേൾക്കാൻ രസമുണ്ട് എന്ന്. മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും ഹിന്ദിയിലാണെങ്കിലും ഡച്ചിലാണെങ്കിലും എനിക്ക് പറയുന്ന കാര്യങ്ങൾക്ക് എൻ്റേതായ പ്രൊണൗൺസിയേഷൻ ഉണ്ടെന്ന് ഞാൻ പറയാറില്ലേ, അതെനിക്ക് അത്ര പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു യാത്ര നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഈവനിങ് സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു സൺസെറ്റിൻ്റെ സമയമുണ്ടല്ലോ, ആ ഒരു സമയം എനിക്കൊരു ദിവസം ഭയങ്കര ഇഷ്ടമുള്ള സമയമാണ്. ഇപ്പോൾ വീട്ടിലായിരുന്ന സമയത്തും ഞാൻ ആ ഒരു സന്ധ്യാസമയം വളരെയധികം എൻജോയ് ചെയ്തിരുന്ന ഒരു ടൈമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് ഡ്രൈവൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ഷോപ്പിൽ നിർത്തി ഇവിടുന്ന് ഒരു ടസ്കൻ വൈൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ടസ്കന് വരെ വന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഒരു ടസ്കൻ വൈൻ വാങ്ങിക്കൊണ്ടോ ഇല്ലെങ്കിൽ ഒരു മോശമല്ലേ. അതുകൊണ്ട് കുറച്ച് ടസ്കൻ വൈനിനൊക്കെ പറ്റി വായിച്ച് പഠിച്ചതിന് ശേഷം നമ്മളിതേ ഇവിടുന്ന് 1-2 ടസ്കൻ വൈൻ എടുക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് 19 യൂറോ
19 യൂറോ ആണ് നമുക്കായത്. നമ്മളിതേ കാർഡ് വെച്ച് പേ ചെയ്തു. അപ്പോൾ ഈ ഒരു ഗേറ്റ് നമുക്ക് തുറന്നു തരും. ഇനി നമ്മൾ നേരെ പോകുന്നു 26 കിലോമീറ്റർ നമ്മുടെ ഹോട്ടലിലോട്ട്. എനിക്ക് ചെറുതായിട്ട് നമ്മുടെ നാട്ടിലെ ഫുഡ് മിസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടെ മിലാനിലുള്ള ഒരുപാട് പേര് സജസ്റ്റ് ചെയ്ത ഒരു റെസ്റ്റോറൻ്റാണ് മലബാർ സ്പൈസി. വരുന്ന വഴിക്ക് എന്തായാലും ഇവിടുന്ന് ഡിന്നർ കഴിച്ചതിന് ശേഷം വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അത് നല്ലൊരു ഡിസിഷനായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് മസാല ദോശ കഴിക്കാൻ വേണ്ടി തോന്നുന്നുണ്ടായിരുന്നു. ഞാനൊരു ഭയങ്കര ദോശ ഫാനാണ്. അപ്പോൾ ഞാനൊരു മസാല ദോശയും വിഷ്ണു ഒരു ബീഫ് ബിരിയാണി ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇറ്റലി വരെ നിങ്ങൾ പോയത് ഇന്ത്യൻ ഫുഡ് കഴിക്കാനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനുള്ള മറുപടി നമ്മൾ ഓൾറെഡി പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടുന്ന് കഴിച്ച നമ്മുടെ മസാല ദോശയും ബീഫ് ബിരിയാണിയും പിന്നെ അതിൻ്റെ ഒപ്പം ഈ ഒരു മീൻ പൊള്ളിച്ചതും അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ. കൂട്ടത്തിൽ ഏറ്റവും കേമൻ ഈ മീൻ പൊള്ളിച്ചതായിരുന്നു. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. നല്ല കാരമലൈസ്ഡ് ആയിട്ടുള്ള ഓണിയനൊക്കെ വെച്ചിട്ടുണ്ടാക്കിയ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മീൻ പൊള്ളിച്ചതായിരുന്നു. എന്നെക്കാളും കൂടുതൽ ഇത് കഴിച്ചത് വിഷ്ണു ആയിരുന്നു കേട്ടോ. പൊതുവേ വിഷ്ണു അങ്ങനെ മീൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. എന്തായാലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇന്നത്തെ ഒരു ദിവസം എനിക്ക് നല്ല തൊണ്ടഭാഗ്യമുള്ള ദിവസമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ലഞ്ചിലും ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഇന്നത്തെ ഡിന്നറും അടിപൊളിയായിരുന്നു. അങ്ങനെ വയറ് നിറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് മനസ്സ് നിറഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി. നമുക്ക് നേരെ ഇനി ഹോട്ടലിൽ പോവാട്ടോ. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് അടിപൊളിയായിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് പിസയും പാസ്തയും മോശമെന്നല്ല പറയുന്നത്, അത് വേറെ ടേസ്റ്റാണ്. പക്ഷേ 5 ദിവസമൊക്കെ കഴിച്ചപ്പോഴേക്കും കുറച്ചൊരു നമ്മുടെ ടേസ്റ്റ് കഴിക്കാൻ തോന്നിയായിരുന്നു. അപ്പം ഇന്ന് പോയ സ്ഥലത്ത് നമ്മുടെ ഇറ്റലി ട്രിപ്പിൽ എനിക്ക് തോന്നുന്നു 1, 2, 3, 4, 5ാമത്തെ സ്റ്റേ ആണല്ലോ ഇത്. 5 അല്ലേ? ആദ്യം മിലാനിൽ നിന്നു, പിന്നെ ലേക്ക് കോമോ, പിന്നെ ടസ്കനി, പിന്നെ ഇന്നലത്തെ സ്റ്റേ, പിന്നെ ഇന്നത്തെ സ്റ്റേ. 5. നമ്മുടെ 5ാമത്തെ സ്റ്റേ ആണത്. അപ്പോൾ ഇത്രയും കാലം നമ്മൾ ഈ ഒരു കാറിലാണല്ലോ നമ്മുടെ കുറേ കാര്യങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് രാത്രി നമ്മൾ കാറ് കംപ്ലീറ്റ് കാലിയാക്കി നമ്മൾ വാങ്ങിച്ച കാര്യങ്ങളും ഞാൻ വിചാരിച്ചു എൻ്റെ ഇൻസ്റ്റാ 360 വീണെന്ന്. സ്റ്റാൻഡായിട്ട് കുഴപ്പമില്ല, തവിട്ട് പൊടിയെന്ന് വിചാരിച്ചു. സൈഡിൽ തന്നെ ഉണ്ട്, ഞാൻ പിടിക്കാം. അപ്പോൾ നമ്മൾ കാറിലുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്തിറക്കി വെച്ച് എല്ലാം നമ്മൾ റൂമിൽ കൊണ്ടുപോവാണ്. കാരണം നമുക്ക് നാളെ ഫുൾ പാക്ക് ചെയ്തിട്ട് വേണം ഇറങ്ങാൻ. നമുക്കൊരു 3 മണിയാകുമ്പോൾ എയർപോർട്ടിലെത്തണം. 5 മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. 3:30 എയർപോർട്ടിലെത്തണം. 5 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും എടുത്ത് നമ്മൾ പോവുകയാണ്. ആ ഷൂ മാത്രം ഞാൻ ഈ ഒരു കാറിൻ്റെ ബാക്കിൽ വെക്കുന്നുണ്ട്. കാരണം ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഷൂ ആണ് ഞാൻ പാക്ക് ചെയ്യുന്നത്. യെസ്. ആംസ്റ്റർഡാമിൽ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് സ്നോയിങ് ആണ്. ജിങ്കലല്ല. ലെറ്റ്സ് ഗോ. ഇതാണ് നമ്മുടെ ഇന്നത്തെ രാത്രിത്തെ മിലാനിലെ സ്റ്റേ. ഇത് ഒരു നൈറ്റിന് മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കാരണം നാളെ നമ്മൾ പോവുകയാണ്. നാളെ 12 ആകുമ്പോൾ നമുക്ക് ചെക്ക് ഔട്ട് ചെയ്യണം. അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ ബുക്ക് ചെയ്തായിരുന്നു അല്ലേ? എത്ര നമുക്കൊരു സ്റ്റേക്ക് ഇവിടെ വന്നേ? അറൗണ്ട് മിലാനിൽ ഇപ്പോഴും 100, നല്ല സ്റ്റേ അല്ല, നല്ല നമ്മുടെ അടുത്ത സ്റ്റേ ഇപ്പോൾ 100 to 110 എൻ്റെ ഇടയിൽ. ഇത് നമുക്കൊരു ഡീലിൽ കിട്ടിയതായിരുന്നു അല്ലേ? എന്തോ ഒരു ബ്ലാക്ക് ഫ്രൈഡേ ഡീൽ. ഇന്നലെ എന്തോ അങ്ങനെ ബുക്ക് ചെയ്തപ്പോൾ അങ്ങനെ ഒരു ഓർമ്മ. അപ്പം അങ്ങനെയാണ് ഈ ഒരു സ്റ്റേ കിട്ടിയത്. ഇന്ന് അങ്ങനെ കാര്യമായ പരിപാടിയൊന്നുമില്ല. സുഖമായി കിടന്നുറങ്ങുന്നു. എൻ്റെ മുടി വലുതായത് കണ്ടോ നിങ്ങൾ? ഷോൾഡർ വരെ എത്തി, പൊളി. അപ്പോൾ സുഖമായി കിടന്നുറങ്ങുന്നു. നാളെ രാവിലെ എണീറ്റ് മിലനൊന്നും കൂടെ ഒന്ന് കണ്ട് ഇഷ്ടപ്പെട്ട കുറച്ച് ഭക്ഷണം കഴിച്ച് നമ്മൾ പോകുന്നു. ഓക്കെ, അപ്പോൾ നാളെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി.